തലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തൊരാനന്ദം! ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം, നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. തീരാത്ത സ്നേഹമായി അരികിൽ വന്നു, ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു. വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ള വിശ്വാസികളെ, നമ്മുടെ ഉളനാട് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ളതായ പാണിൽ കൺവെൻഷന്റെ ശുശ്രൂഷകൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. നമ്മുടെ ലോകത്തെങ്ങുമുള്ള നമ്മുടെ ദേവാലയങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം ലഭിച്ചുകൊണ്ട് ഈ 8 നോമ്പ് ആചരിക്കുകയും യേശുവിന്റെ അടുക്കൽ അപേക്ഷാ സ്വാതന്ത്ര്യമുള്ള മാതാവിൽ കൂടി നമ്മൾ ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ ഭാഗമായി നമ്മുടെ ദേവാലയത്തിലും ഈ 8 ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും, അതോടൊപ്പം തന്നെ ഇന്നും നാളെയും ഇവിടെ കൺവെൻഷനും, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ഭക്തിനിർഭരമായ റാസയും, ശനിയാഴ്ച വിശുദ്ധ കുർബാനയോടും കൂടി നമ്മുടെ ശുശ്രൂഷകൾ അവസാനിക്കും. ആ രീതിയിൽ ഇന്ന് ഈ യോഗത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. തന്റെ പരസ്യ ജീവിതകാലത്ത് അനേകം ആളുകൾക്ക് രോഗസൗഖ്യം കൊടുത്തവനാണ്. നമ്മൾ വായിക്കുന്ന പല ഭാഗത്തും ധാരാളം കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് യേശുദം വരാൻ കാഴ്ച കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണ്ണിന് കാഴ്ചശക്തി ഉള്ളപ്പോൾ അതിന്റെ വില പലപ്പോഴും നമ്മൾ അറിയാറില്ല. നമ്മുടെ സമീപത്തിരിക്കുന്ന ജോജി ഒരു സമയത്ത് ഈ ലോകത്തിലെ കാഴ്ചകൾ ഭംഗിയായി കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തെ കാണുവാനുള്ളതായ അദ്ദേഹത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു. ഇപ്പോൾ 10-ലധികം വർഷങ്ങളായി ഈ ലോകത്തിലുള്ള ഒരു കാഴ്ചയും കാണാതെ ജീവിക്കുന്ന ജോജി തന്റെ മനസ്സിൽ ആത്മാവിൽ ദൈവത്തെ കാണുന്നുവെന്ന് നമുക്കെല്ലാം അറിയാം. നമ്മുടെ ഈ വർഷത്തെ പാണിൽ കൺവെൻഷന്റെ യോഗങ്ങൾ ഇന്ന് നാളെയുമായി ഇവിടെ നടക്കുകയാണല്ലോ. ഇവിടെ വന്നിട്ടുള്ള ഏവരെയും സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ ജോജി മണ്ണാറക്കുടഞ്ഞിയാണല്ലോ. ബഹുമാനപ്പെട്ട ജോജി ഉളനാട് സെന്റ് ജോൺസ് പള്ളിയിൽ നേരത്തെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലുപരിയായിട്ട് ഞാനും ജോജിയും അടുത്ത ബന്ധുക്കളാണ്.
ജോജിയുടെ അമ്മയുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞങ്ങൾ ബന്ധുക്കളുമാണ്. ഞാൻ 1996 മണ്ണാറ കോളഞ്ഞി ഗ്രിഗോറിയോസ് പള്ളിയിൽ, ബസേലിയോസ് ഗ്രിഗോറിയോസ് പള്ളിയിൽ OVS-ന്റെ ഗാനങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി പോയപ്പോൾ അന്നത്തെ OVS-ന്റെ വായും തൂണും മൽപ്പാനും ജോജിയായിരുന്നു. ദേവാലയ കാര്യങ്ങളിൽ വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്നു അന്ന് ജോജി. OVS-ന്റെ അവസാനത്തെ ഊണിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് ജോജിയെ പറ്റി അറിയാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. അപ്പൊ അന്ന് പള്ളിക്കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തി. അതിനുശേഷമാണ് ജോജി സൗദി അറേബ്യയിൽ ഒരാഗ്രഹത്തിന്റെ പുറത്ത് പോവുകയും അവിടെ വെച്ച് ഒരു അപകടത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ എല്ലാ ചലനങ്ങൾ നഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായി ജോജിയെ കാണുമ്പോൾ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു രൂപയായി. കൈയും കാലും ഒക്കെ നോക്കാൻ പറ്റത്തുന്നില്ല. കൈ ഇങ്ങനെ വളഞ്ഞ്, കാലും വളഞ്ഞ്, ഈ കട്ടിലിൽ കിടക്കുവാൻ പറ്റാത്ത സാഹചര്യം. വരാൻ ഈ ജിജിയിൽ കൂടി സ്നേഹിച്ചു. നമ്മൾ ഓർത്ത് നോക്കണം, സ്വന്തം ഭാര്യയെ ഇതുവരെ കാണാത്ത ഒരാളാണ് ജോജിയുടെ കാഴ്ച നശിച്ചതിന് ശേഷമാണ് ജോജിയുടെ ഭാര്യ. അപ്പോൾ ഈ നിമിഷം വരെ സ്വന്തം ഭാര്യയുടെ മുഖം, ശരീരം കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ആര്? ഈ ജോജി. പക്ഷെ ആ യുവതി ദൈവത്തിന്റെ ഉൾപ്രേരണയാൽ കടന്നു വന്ന് ഈ നിമിഷം വരെയും ജോജിക്ക് ആഹാരം വരെ വാരിക്കൊടുത്ത് ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചു ജീവിക്കും. ആ രീതിയിൽ ജോജിക്ക് ദൈവം തമ്പുരാൻ കൊടുത്ത ഈ അനുഭവത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലെങ്കിൽ ഒരു ശബ്ദം മതി ജോജിയുടെ കാഴ്ച തിരിച്ചു കിട്ടുക. അത് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ജോജിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജോജിയെ എല്ലാ ആഴ്ചയും അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. ഇന്ന് അദ്ദേഹം അനേകം ദേവാലയങ്ങൾ ഓർക്കണം, കണ്ണിന് കാഴ്ച നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പല ആളുകളും കട്ടിലിൽ കിടന്ന് ജീവിതം നഷ്ടപ്പെടുത്തുമ്പോൾ കാഴ്ചയില്ലാത്ത ജോജി വേദപുസ്തകം പഠിച്ച് തന്റെ ഭാര്യയിൽ കൂടി ദൈവവചനങ്ങൾ വായിച്ചു കേട്ട് ദൈവത്തിന്റെ ഉൾക്കാഴ്ചയിൽ മനോഹരമായ ഗാനങ്ങൾ എഴുതി. എന്നെ ഒരു ദിവസം വിളിച്ച് ചോദിച്ചു, അച്ഛാ ഈ പാട്ടിനൊക്കെ ട്യൂൺ കൊടുക്കാമോ? ഈ പാട്ടൊക്കെ കുറച്ചൊക്കെ പാടാമെന്നുള്ളതല്ലാതെ ട്യൂൺ കൊടുക്കാൻ വലിയ പണിയൊന്നും. അനേകം പാട്ടുകൾ അദ്ദേഹം എഴുതി. അനേകം സ്ഥലങ്ങളിൽ ഒരു വൈദികൻ പോകുന്നതിനപ്പുറമായിട്ട് അനേകം ദേവാലയങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും പോയി ശുശ്രൂഷിക്കുന്നു. അതുപോലെ മറ്റു ദിവസങ്ങളിലും പോയി ശുശ്രൂഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജോജിയെ ദൈവം തമ്പുരാൻ എടുത്ത് ഉപയോഗിച്ചു. അത് അദ്ദേഹത്തിൽ കൂടി അനേകം ആളുകൾക്ക് ഒത്തിരി ആശ്വാസം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ജോജി നമ്മളെ കാണുന്നില്ലെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. ജോജിയെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ അടുത്ത ബന്ധു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്നറിയ ജോജിയും ഹരിയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗാനങ്ങൾക്ക് നന്നായി കീബോർഡ് കൈകാര്യം ചെയ്യുന്നതായ മനോജ് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തായിരുന്നു. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. മനോജിനെ സ്വാഗതം ചെയ്യുന്നു. ഗായക സംഘത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ജോജിയെ ഞാൻ പ്രസംഗിക്കുവാൻ പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യും. കയ്യിൽ കളിമണ്ണുപോൽ യേശുവേ എന്നെ സമർപ്പിക്കുന്നു. ഉടയ്ക്കണമേ, പണിയണമേ, നിങ്കിതത്താൽ എന്നെ വാർക്കണമേ. ഉടയ്ക്കണമേ, പണിയണമേ, നിങ്കിതത്താൽ എന്നെ വാർക്കണമേ. സമ്പൂർണമായി എന്നെ സമർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു. സമ്പൂർണമായി എന്നെ സമർപ്പിക്കുന്നു. ജീവിതമായാലും മരണമായ ദൈവമേ എന്നെ സമർപ്പിക്കുന്നു. ജീവിതമായാലും മരണമായാൽ ദൈവമേ എന്നെ സമർപ്പിക്കുന്നു. സ്വർഗീയമാ ഭവനമതിൽ
ഹല്ലേലൂയ പാടി വാഴ്ത്തിടുവാൻ സ്വർഗീയ ഭവനമതിൽ ഹല്ലേലൂയ പാടി വാഴ്ത്തിടുവാൻ നാദാ സമർപ്പിക്കുന്നു, സമ്പൂർണമായ സമർപ്പിക്കുന്നു. നാദാ സമർപ്പിക്കുന്നു, സമ്പൂർണമായ സമർപ്പിക്കുന്നു. ഞങ്ങളെ അത്യന്തമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട പിതാവേ, നിന്റെ മകളാകുന്ന ഞങ്ങളിതാ നിന്റെ സ്ഥലത്തേക്ക് കടന്നു വരുന്നു. സ്വർഗീയ പിതാവിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് നിന്റെ പാദപീഠത്തിലിരുന്നു കൊണ്ട് ആ സ്വർഗമാകുന്ന മഹോന്നതത്തിലേക്ക് ഞങ്ങൾ കണ്ണുകളെ ഉയർത്തുമ്പോൾ സ്വർഗീയ പിതാവിന് ശക്തി ഞങ്ങളുടെ മേലാകിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യാചിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടുമെന്ന് വിളിച്ച കർത്താവേ, യാചിക്കുകയാണ് നിന്റെ സന്നദ്ധയിൽ, നിന്റെ സ്ഥലം അന്വേഷിക്കുകയാണ്, നിന്നെ ഞങ്ങൾ മുട്ടി വിളിക്കുകയാണ് കർത്താവേ. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും, ഈ സമൂഹത്തിന്റെ മേൽ, ഈ കൺവെൻഷന്റെ മേൽ ദൈവം ഒന്ന് പ്രവർത്തിപ്പാൻ, ദൈവത്തിന്റെ നീതിയുള്ള കരമൊന്ന് നീട്ടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകലത്തിനുള്ളതിനായ ക്രിസ്തുവേ, നിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ, നിന്റെ നാമത്തെ തിരളണമേ. അടിനെ തരുന്നു, അടിനെ ചുതുപാടി തരുന്നു. സകലത്തിനുടനായ ക്രിസ്തു വാഴ്ത്തി അനുഗ്രഹിച്ച് നിന്റെ മക്കൾക്ക് വേണ്ട തീവ്രവചനങ്ങളെ ഘോഷിപ്പാൻ അടിനെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനെ നിറവ് തരണം, മാനവ മഹത്വം എടുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിൽ തന്നെ ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയായ സാംദാനിയലച്ചൻ, കൊയർ കൈകാര്യം ചെയ്ത പ്രിയ മനോജ്, ഗായകസംഘം, എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. 8 കൊല്ലം മുമ്പ് ചെറിയാശോമയിലച്ഛൻ ഇരുന്നപ്പോൾ ഞാനൊന്ന് വന്നതായി ഓർക്കുന്നു. വീണ്ടും 2-3 മാസത്തിന് മുമ്പേ വിശുദ്ധ കുർബാന മധ്യേ പ്രസംഗിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതുമാത്രമല്ല, വീണ്ടും പരിശുദ്ധ മാതാവിൻ്റെ ഓർമ്മ ജനന പെരുന്നാളിനോട് ചേർന്ന ഒരു കൺവെൻഷൻ പ്രസംഗത്തിൽ ഈ ബലഹീനായടിയനും ആയിരിക്കാൻ ദൈവം അനുവദിച്ച വൻ കൃപകളെ ഓർത്ത് ദൈവത്തെ പുകഴ്ത്തപ്പെടുത്തും. സഹോദരങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കുന്ന ദിനങ്ങളാണ്. 5-ാം ദിവസം സന്ധ്യയിൽ നമ്മൾ ഒന്നിച്ച് ഈ പന്തലിന്റെ കീഴിൽ കൂടിയിരിക്കുകയാണ്. പരിശുദ്ധ മാതാവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദിമ നൂറ്റാണ്ടിൽ കർത്താവായ ദൈവം സൃഷ്ടിച്ച തൻ്റെ മക്കൾ ചെയ്യരുതെന്ന് പറഞ്ഞ പ്രവൃത്തി ചെയ്തുകൊണ്ട് അവർ പാപത്തിൽ അകപ്പെട്ട് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ആ ദൈവതേജസ്സിനെ വീണ്ടും തരുവാൻ, ഒരു പുത്രനെ ഭൂമിയിലേക്ക് അയപ്പാൻ സ്വർഗീയ പിതാവിന് മനസ്സായി. അതിനുവേണ്ടി തെരഞ്ഞെടുത്ത, വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ് കന്യമറിയാം. പ്രവചന പുസ്തകത്തിൽ യെശയ്യാ പ്രകാരം പറയുന്നു, കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവനാണ് യഥാർത്ഥ ദൈവപുത്രൻ. ആ പുത്രനെ വഹിപ്പാൻ തമ്പുരാൻ തെരഞ്ഞെടുത്ത ഒരു മകളാണ് കന്യമറിയാം. ആ കന്യമറിയാമിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിവുണ്ട്. സുവിശേഷം ആദ്യ ഭാഗങ്ങൾ തന്നെ തുടങ്ങുന്നത് കന്യമറിയാമിനെ കുറിച്ചാണ്. ഒരു പ്രധാന ദൂതൻ ഗബ്രിയേൽ ദൂതൻ വന്ന് ഒരു 13 വയസ്സുള്ള പെൺകുട്ടിയോട് പ്രകാരം പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം. ഈ വന്ദനവ് കേട്ടുകൊണ്ട് ഇതെന്നൊരു വന്ദനമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു എന്താണ് പറയാൻ പറ്റുന്നത്, നിശ്ചലമായി നിൽക്കുന്ന ഒരു പെൺകുട്ടി
ആ പെൺകുട്ടിയോട് വീണ്ടും ദൂതൻ പറയുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വീഴും, പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ നിറയും, സ്വർഗീയ പിതാവിനെ നീ ഗർഭം ധരിക്കും, അവന് നീ ഇമ്മാനുവേൽ എന്ന് പേരിടണം, അല്ലെങ്കിൽ യേശു എന്ന പേര് വിളിക്കണമെന്ന് ലോകരക്ഷിതാവ് നിന്നിലൂടെ ഉദയ്ക്കും എന്ന് പറയുകയാണ്. പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത, അന്ന് വരെ ലോകപരിചയമില്ലാത്ത ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, ഈ കന്യമറിയാം ചോദിക്കുകയാണ്, ഞാൻ പുരുഷനെ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഇത് പിന്നെ എങ്ങനെ സംഭവിക്കും? അതേ വീണ്ടും ദൂതൻ പറയുന്നു, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും, നിന്റെ മേൽ ആവസിക്കും. അതേ അത്യുന്നത ശക്തി ആവസിച്ച് കഴിയുമ്പോൾ അതിലൂടെ ഉരുവാകുന്ന പ്രജ ദൈവപുത്രനാണ്. അവനെ വഹിക്കുന്ന ആ മാതാവിനെയാണ് നമ്മൾ, ആ മാതാവിന്റെ നാമത്തിലാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ആ മാതാവിന്റെ നാമത്തിൽ നമ്മൾ എന്തു ചോദിച്ചാലും തരുവാൻ മനസ്സാകുന്ന, അല്ലെങ്കിൽ മധ്യസ്ഥ ഇണയ്ക്കുവാൻ മനസ്സുള്ള ഒരു മാതാവാണ്. ആ മാതാവിനോട് മധ്യസ്ഥ ഇണയ്ക്കുന്ന ഏത് വിഷയത്തിന്റെ മേലും സ്വർഗീയ പിതാവ് ഉത്തരമരുളും. വചനത്തിലേക്ക് തന്നെ പോകുമ്പോൾ കാനാവിലെ കല്യാണത്തിന് അവിടുത്തെ വീഞ്ഞു തീർന്നു പോയപ്പോൾ മനസ്സലിവ് കൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പുത്രനോട് ചെന്ന് പറഞ്ഞ ഒരവസ്ഥ. ആ പുത്രൻ തന്റെ അമ്മയുടെ അപേക്ഷ കേട്ട് അത്ഭുതം ചെയ്തു. വീണ്ടും ഞാൻ ഈ പ്രകൃതിയിലേക്ക് പോകട്ടെ, ഇന്നത്തെ ഈ കൺവെൻഷൻ പ്രസംഗത്തിലേക്ക് പോകട്ടെ. അതേ കഴിഞ്ഞ ദിവസം കോരിച്ചരിക്കുന്ന മഴ, ആ സമയത്ത് ഇടവകയിലുള്ള ഒരമ്മാമയുമായി ഞാൻ വിളിക്കുവാനിടയായി. അമ്മാമ്മ പറഞ്ഞു, എങ്ങനെയാണ് ചോദിച്ചത്, നാളത്തെ കൺവെൻഷൻ പ്രസംഗം മഴയാണല്ലോ. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും. ഞാനും ദൈവമാതാവിനോട് മധ്യസ്ഥ അടച്ചപ്പോൾ ചേർന്ന് പറയട്ടെ, മാതാവിന്റെ മധ്യസ്ഥയാൽ ഇപ്പോൾ പ്രകൃതി അന്യഗ്രഹമായി തന്നിരിക്കുകയാണ്. ഞാനിത് ഓർമ്മിച്ചത്, മാതാവിന്റെ മധ്യസ്ഥത അനേകർക്ക് കോട്ടയാണ്. ലോകമങ്ങനെ എങ്ങും സഭാ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ എന്താണ്, ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ പോലും നോക്കുന്ന, അല്ലെങ്കിൽ അത് നോക്കുന്ന ഒരു നൊയമ്പാണ് 8 നൊയമ്പ്. സഹോദരങ്ങളെ, നിങ്ങൾ വലിയ ഒരു കൺവെൻഷൻ പ്രസംഗമോ, വലിയ പ്രമുഖര് അല്ലെങ്കിൽ അറിവുള്ളവര് പ്രസംഗിക്കുന്ന പോലെ ഒരു പ്രസംഗം എന്നെ കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്റെ അറിവിൽ പരിശുദ്ധാത്മാവ് തന്ന കൃപയനുസരിച്ച് അല്പസമയം ദൈവത്തെ തിരുവചനത്തിൽ ശരണപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജാക്കന്മാർ 19-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 3-ാം വാക്യം. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. എലിയാ പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. എലിയാ പ്രവാചകന്റെ 3 അവസ്ഥകൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ എലിയാ പ്രവാചകനെ കുറിച്ച് നമ്മൾ അറിയപ്പെടുന്നത് തീയുടെ പ്രവാചകൻ, അല്ലെങ്കിൽ ഫയറിന്റെ പ്രവാചകൻ എന്നാണ് അറിയപ്പെടുന്നത്. വലിയ അത്ഭുതങ്ങളെ കണ്ട്, വലിയ അത്ഭുതങ്ങളെ അനുഭവിച്ച ഒരു വ്യക്തി, അത്ഭുതം ചെയ്ത ഒരു വ്യക്തി. ഒരു സ്ത്രീയുടെ, പോട്ടെ ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ല, അതേ ഒരു രാജ്ഞിയുടെ വാക്ക് കേട്ട് ഭയപ്പെട്ട് എഴുന്നേറ്റ് ഓടിപ്പോവുകയാണ്, അല്ലെ ഭയപ്പെട്ടു പോവുകയാണ്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുന്നു. സഹോദരങ്ങളെ, ആരാണ് ആ രാജ്ഞി? ആ രാജ്ഞി ഇസബെല രാജ്ഞിയാണ്. അധികാരം കയ്യിലുള്ള, അധികാരത്തിന് കീഴിലുള്ള മക്കളുള്ള, അല്ലെ അധികാരികളുള്ള ഒരു രാജ്ഞി ഒരു ദൂതനെ വിട്ട് ഇപ്രകാരം പറയുകയാണ്, നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ദേവന്മാരെ പോലെ ഒരുവനെ പോലെ നിന്നെ ആക്കിയില്ലെങ്കിൽ, നിന്റെ ജീവനെ എടുത്തില്ലെങ്കിൽ എന്റെ ദേവന്മാർ എന്നോട് അതിന് തക്കവണ്ണം ചെയ്യട്ടെ. ഇതെന്താണിത് പറയാൻ കാരണം? അസുര പ്രതിഷ്ഠയും
ബാൽവിഗ്രഹത്തെയും തകർത്ത് തന്റെ പ്രവാചകന്മാരെ കൊന്ന് തന്റെ പ്രവാചകന്മാരെ നശിപ്പിച്ച് ദൈവം തന്നെയാണ് സത്യദൈവം, ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. രാജാവാകുന്ന ആഹാബ് തന്റെ രാജ്ഞിയോട് പറഞ്ഞപ്പോൾ, തന്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞപ്പോൾ കോപിച്ച് രോഷമൊത്ത് അതേ ഒരു ദൂതനെ അയച്ച് പറഞ്ഞ വാക്യമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഉച്ചരിച്ചത്. സഹോദരങ്ങളെ, 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലാണ് എലിയാ പ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നത്. എലിയാ പ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നത് വലിയൊരു ദൂതമായിട്ടാണ്, വലിയൊരു പ്രവാചക ദൗത്യവുമായിട്ടാണ്. എന്താണ് പറയുന്നത്? ഞാൻ പറയാതെ ഈ നാളുകളിൽ ഇവിടെ മഞ്ഞും മഴയും പെയ്യുകയില്ല. ഞാൻ കൽപ്പിക്കാതെ ഈ നാളുകളിൽ ഇവിടെ മഞ്ഞും മഴയും പെയ്യുകയില്ല. ഇതുകൊണ്ടാണ് ഒരു ദൗത്യവുമായിട്ട്, ഒരു പ്രവചന ശുശ്രൂഷയുമായിട്ടാണ് എലിയാവ് വരുന്നത്. അത് പറഞ്ഞ നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ ക്ഷാമവും വെള്ളമില്ലാത്ത ആകുന്ന അവസ്ഥ. എലിയാ പ്രവാചകനോട് പറഞ്ഞു, നീ കരീബ് തോട്ടിന്റെ അടുക്കൽ പോയി പാർക്കണം, ആ തോട്ടിലെ വെള്ളം കുടിക്കണം, നിനക്ക് ഭക്ഷണം അവിടെ വെച്ചത് യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ എലിയാ പ്രവാചകൻ അനുസരിച്ച് ചെയ്യാണ്. അതേ വെയില് മൂത്തു, ക്ഷാമം മൂത്തു, തോട്ടിലെ വെള്ളം പറ്റിയപ്പോൾ എലിയാ പ്രവാചകനോട് ഇപ്രകാരം പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, സാറാഫത്തിലെ വിധവയുടെ ഇറമ്പിലേക്ക് പോകണം. അവിടെ നിനക്ക് ഭക്ഷണം ഒരുക്കുവാൻ, നിനക്ക് പാർക്കുവാൻ അവിടെ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അതേ ദൈവത്തിന്റെ ആലോചന കേട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് എലിയാ പ്രവാചകൻ കടന്നു പോയി ഒരു വിധവ വിറവിറക്കിക്കൊണ്ടിരിക്കുന്ന വിധവയുടെ ഇപ്രകാരം പറയാണ്, നീ എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ കൊണ്ടുവരണം. ഈ വിധവ വെള്ളം എടുക്കാൻ പോയപ്പോൾ നീ വരുമ്പോൾ ഒരു അപ്പവും എനിക്ക് കൊണ്ടുവരണം. ആ സ്ത്രീ, ആ വിധവയായ സ്ത്രീ ഈ മനുഷ്യന്റെ മുൻപിൽ ഹൃദയം തുറന്ന് ഉള്ളതുപോലെ പറയുക. നമ്മൾ ഓരോരുത്തരുമാണെങ്കിൽ മറച്ചു വെച്ച് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ സ്ത്രീ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക. അല്ലയോ പ്രവാചക, അല്ലയോ ദാസനെ, എന്റെ ഭവനത്തില് അല്പം ഒരു തുരുത്തി അല്ലെങ്കിൽ അല്പം മാവ് മാത്രമേ ഉള്ളൂ, തുരുത്തിയിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാക്കി തിന്നിട്ട് ഞങ്ങൾ മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതിനാ 2 വിറവ് പറക്കുന്നത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ പറഞ്ഞ ശരി, അപ്പൊ നീ പറഞ്ഞ പോലെ ചെയ്തു. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ കൊണ്ടുപോയി വെള്ളം കൊണ്ടുവരുമ്പോൾ ഒരു അപ്പം കൂടെ, ഒരു ചെറിയ അടയോടെ എനിക്ക് കൊണ്ടുവരണം. എന്തെങ്കിലും ആകട്ടെ, സംഭവിക്കുന്ന പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിധവ എന്തു ചെയ്തു? ആ അപ്പവുമായി എലിയാ പ്രവാചകന്റെ ഇറമ്പിലേക്ക് വന്നു. എലിയാ പ്രവാചകന്റെ ഇറമ്പിൽ വന്ന് കൊടുത്തിട്ട് തിരികെ ഭവനത്തിൽ കടന്നു എന്നപ്പോൾ സഹോദരങ്ങളെ, ഒരു അത്ഭുതം കാണുകയാണ്, ഒരു നന്മ അനുഭവിക്കുകയാണ്. ആ കലത്തിലെ അല്പമുണ്ടായിരുന്ന മാവ് അതേ കലം നിറഞ്ഞ് കവിഞ്ഞു പോകാൻ പോകുന്നു. ആ ഭരണിയിലുണ്ടായിരുന്ന അല്പമെണ്ണ അത് കവിഞ്ഞൊഴുകുവാൻ തുടങ്ങുന്നു. സഹോദരങ്ങളെ, അവിടെ അത്ഭുതം കാണുകയാണ്, അത്ഭുതം അനുഭവിക്കുകയാണ്. ആ ഭവനത്തിലെ മക്കളും എലിയാ പ്രവാചകനും മഴ പെയ്യുകോളം ഏതാണ്ട് 3 വർഷം ആ കലത്തിലെ മാവ് കൊണ്ട് ഭക്ഷണം കഴിച്ചു എന്നാണ്, ചർച്ചക്കാരും ഭക്ഷണം കഴിച്ചു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നിന്നെ ഇവിടെ കൊണ്ടുവന്നാൽ എന്റെ മകനെ കൊല്ലുവാനും എന്റെ പാപങ്ങൾ ഓർപ്പിക്കാനുമാണോ എന്ന് ചോദിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദാസനേരമ്പിലേക്ക് ചെല്ലുന്ന അലച്ചു വെച്ചുകൊണ്ട് ചെല്ലുന്ന ഒരു സ്ത്രീ ഇത് കേട്ടുകൊണ്ട്, നീ നിന്റെ കുഞ്ഞിനേക്ക് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞ് എലിയാവ് മേടിച്ച് ആ കുഞ്ഞിന്റെ ഉള്ളം കൈ വെച്ച് നെഞ്ചിനോട് നെഞ്ചു ചേർത്ത് വെച്ച് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചുപോയ കുഞ്ഞ് ജീവൻ പ്രാപിച്ചതായി ദൈവവചനം പറയുന്നു. ഞാൻ മുന്നമേ നിങ്ങളെ ഓർപ്പിച്ചു, അത്ഭുതം അനുഭവിച്ച
അത്ഭുതം ചെയ്ത ഒരു ഏലിയ പ്രവാചകൻ ഒരു സ്ത്രീയുടെ മുൻപിൽ തോറ്റുപോകുന്നു. ഒരു സ്ത്രീയുടെ മുൻപിൽ തോറ്റിട്ട് ഇപ്രകാരം പറയുകയാണ്, മതി കർത്താവേ മതി, ഞാൻ പൂർവ്വപിതാക്കന്മാരെ നല്ലവനല്ല, എന്റെ ജീവനെ അങ്ങ് എടുക്കണമേ, മതി എന്റെ ജീവനെ അങ്ങ് എടുക്കണമേ. അതേ എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ഏലിയാവിനെ പോലെ പല സമയത്തും നമ്മളിൽ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്ന നാം ഉൾപ്പെടുന്ന ഈ സമൂഹത്തിലെ ഓരോ മക്കളും ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇതുപോലെ ദൈവത്തോട് പറഞ്ഞിട്ടില്ലയോ, ഭയപ്പെട്ട ഭീതിയിൽ അസ്വസ്ഥപ്പെട്ടിട്ടില്ലയോ, അല്ലെങ്കിൽ മുറിക്കുള്ളിൽ ഭയപ്പെട്ടിരുന്നിട്ടില്ലയോ? ഈ ഭയം ആരാണ് കൊണ്ടുതരുന്നത്? ലോകത്തിന്റെ പിശാച്, അല്ലെങ്കിൽ ലോകത്തിന്റെ സാത്താൻ സഹോദരങ്ങളെ ഈ ഭയം കൊണ്ട് തരുമ്പോൾ ഒന്ന് ചിന്തിക്കുക. അതേ ദൈവ തേജസ്, ദൈവ നന്മകള് നമുക്ക് ലഭിക്കേണ്ടത് മുടക്കിക്കളയുവാൻ ഈ ഭയം കൊണ്ട് തരിക. ചില കുഞ്ഞുങ്ങളെ കുറിച്ച് അറിയുവാൻ കഴിയുന്നു, ചില യുവതിവാക്കന്മാരെ കുറിച്ച് അറിയുവാൻ കഴിയുന്നു. അനേകം മക്കള് ഭവനത്തിൽ കടന്നുവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവരുമായി സംസാരിക്കുമ്പോൾ, ദൈവാത്മാവ് കാണിച്ചു തന്നെ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ശരിയാണ്. അവർക്ക് ഇരുട്ടിലെ ഭയം, ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് കടക്കുവാൻ ഭയം, മറ്റുള്ളവരെ അഭിമുഖിക്കാനുള്ള ഭയം, മറ്റുള്ളവരിൽ നിന്ന് ഒരു വേദപുസ്തകം വായിക്കുവാൻ ഭയം, മറ്റുള്ളവരിൽ നിന്ന് പാടുവാൻ പ്രാർത്ഥിപ്പാൻ ഒരു ഭയം. ഈ ഭയമൊക്കെ ഏലിയാവിന് കൊണ്ടുതന്നതുപോലെ ഒരു എന്താണ് സാത്താൻ കൊടുത്ത, അല്ലെങ്കിൽ ഈ എലിസബൽ രാജ്ഞി കൊടുത്തതുപോലെ സാത്താൻ കൊണ്ട് കൊടുത്ത ഒരു ഭയമാണ്. ഈ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന് ശരണം പ്രാപിക്കണം, ദൈവത്തിനായിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം. ഈ ഏലിയ പ്രവാചകൻ വലിയ അത്ഭുതം അനുഭവിച്ചു, വലിയ അത്ഭുതങ്ങളെ ചെയ്തെടുത്തു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ജീവിതത്തിന്റെ ഇന്ന് വരെ ഇവിടെ പ്രായമുള്ളവര് ഒരു 10-70 വയസ്സുള്ളവർ വരെ കാണും ഞാൻ വിചാരിക്കുക. എത്രമാത്രം നന്മ അനുഭവിച്ചു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അത് ഒത്തിരി ഉയർത്തിയില്ലയോ, ഒത്തിരി നന്മയിലേക്ക് നടത്തിയില്ലയോ? എന്നൊക്കെയും ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഉൾപ്പെടുന്ന നാം ഓരോരുത്തരും അയ്യോ, യഹോവ ചോദിക്കുന്നു, ആകാശം എന്നെ കേൾക്കുന്നില്ലയോ, ഭൂമിയെ നീ ചെവി തരുന്നില്ലയോ? ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവനെന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനെയും പുൽത്തൊട്ടി അറിയുന്നു, എഞ്ചനമോ അതറിയുന്നില്ല. അതേ മൃഗങ്ങൾ അറിയുന്നു, പക്ഷികൾ അറിയുന്നു, എന്താണ് കടലിലെ മത്സ്യങ്ങള്, മറ്റ് ജീവികൾ അറിയുന്നു. അവ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എഞ്ചനം എന്നോട് മത്സരിക്കുന്നു. അതുകൊണ്ട് യെശയ്യാവ് പറയുന്നു, ഒന്നിന് പ്രകാരം പറയുന്നു, അടി മുതൽ അടി വരെ ഒരു സുഖവുമില്ല. അതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം രോഗം നിറഞ്ഞ ശരീരമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥയിൽ, ഒരു സുഖമില്ലാത്ത അവസ്ഥ, ഏതെങ്കിലും ഒന്നിൽ മനസ്സിന് വിഷമം, അല്ലെങ്കിൽ പ്രഷർ, ഷുഗർ, അല്ലെങ്കിൽ എന്താണ് ശരീരവേദനകള്, അങ്ങനെ ഓരോ അവസ്ഥയിൽ മുട്ടി മുതൽ അടി വരെ ഒരു സുഖവുമില്ല. അതിന് കാരണം എന്താ? യെശയ്യാവ് തന്നെ ഒന്നിൽ പറയുന്നു, ഈ ജനം എന്നെ മറന്ന് ജീവിക്കുന്നു. അതുകൊണ്ടാ യഹോവയായ ദൈവം മുട്ടി മുതൽ അടി വരെ ഒരു സുഖവും തരാത്തത്. സുഖം വേണോ? ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രവാചകൻ വന്ന് പ്രത്യക്ഷപ്പെടുക. ഏലിയാ പ്രവാചകനെ കണ്ടപ്പോൾ ഉപദ്യാവിന് മനസ്സിലായി. അല്ലയോ ഏലിയാവോ ചോദിച്ചുകൊണ്ട് അടുത്തിയെന്നപ്പോൾ ഏലിയാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, നീ പോയി നിന്റെ രാജാവിനെ അറിയിക്കണം, ഞാനിവിടെ ഉണ്ടെന്ന്. അപ്പൊ ഈ ഉപദ്യാവ് ഇപ്രകാരം പറയുകയാണ്, അയ്യോ എനിക്ക് വയ്യ, ഞാൻ യഹോവയുടെ ഭക്തനാണ്, എന്നെ നിനക്ക് മനസ്സിലായി കാണും. ആഖാബ് രാജാവ് യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുവാൻ കൽപ്പനയിട്ടപ്പോ ഞാൻ 2 ഗുഹയിലായി 50 പേരെ ഒളിപ്പിച്ച് അവർക്ക് അപ്പവും വെള്ളവും കൊടുത്ത് അവരെ രക്ഷിച്ചവനാ. ഞാൻ യഹോവ ഭക്തനാ.
അതിനെക്കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. ആ പറഞ്ഞത് വീണ്ടും ഒന്ന് വെളിപ്പെടുത്തുക. നിനക്ക് എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും, എലിയാ പ്രവാചകൻ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ വലിയ പ്രവചനം പറഞ്ഞു, നീ പോയി അറിയിക്കണമെന്ന് പറഞ്ഞപ്പോ വീണ്ടും വലിയ ഉപത്യാ പറയുക, ഞാൻ പോയി അറിയിക്കാൻ പോകുമ്പോൾ നിന്നെ ആത്മാ എവിടെയെങ്കിലും എടുത്തോട്ട് പോകും. അദ്ദേഹം പിന്നെ വന്ന് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ നിന്നെ ഇവിടെ കാണത്തില്ല. ആ കാവരാജാവ് എന്നെ കൊല്ലും, അതാണോ നിന്റെ ഇഷ്ടം? അപ്പോൾ എലിയാവ് പറയുക, ഞാൻ സേവിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ് ഞാൻ തന്നെ, എന്നെ ഇന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു കൊടുക്കാനിരിക്കുമ്പോൾ ഒബദ്യാവ് തന്നെ പോയി രാജാവിനോട് പറയുന്നു. അതേ എലിയാ പ്രവാചകൻ ഇവിടെ ഉണ്ട്. എലിയാ പ്രവാചകനെ എതിരിട്ടിട്ടുകൊണ്ട് അതിന്റെ 18-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുക അല്ലയോ ഇതാര്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ? അപ്പോൾ ഏലിയ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവുമാണ്. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവുമാണ്. ഞാൻ കൂട്ടിച്ചേർക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ഭവനത്തിൽ തിന്മ അനുഭവിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ തിക്ത അനുഭവങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ, എലിയാ പ്രവാചകൻ പറയുന്നു, ഞാനല്ല, നീയോ നിന്റെ പിതൃഭവനമാണ്. കൂട്ടിച്ചേർക്കുകയാണ്.
പുറമോ വെടിപ്പാക്കുന്നു, അതിന്റെ അകമോ കവർച്ച നിറഞ്ഞിരിക്കുന്നു. വീണ്ടും പറയുന്നു, വെള്ള തേച്ച ശവക്കലയ്ക്ക് ഒത്തിരിക്കുന്നു. ഈ ശവക്കലയ്ക്കകത്ത് എന്താണ് നമുക്കറിയാം. അതുപോലാണോ നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം. അതിവിടെ അച്ഛൻ പാടി ഞാൻ എഴുതിയ പാട്ട്. യേശുവിന്റെ രൂപമൊന്ന് കാണുവാൻ എന്റെ കണ്ണുകൾക്ക് എത്ര ആനന്ദം. യേശുവിന്റെ ശബ്ദമൊന്ന് കേൾക്കുവാൻ എന്റെ കാതുകൾക്ക് എത്ര ആനന്ദം. യേശുവിന്റെ ശബ്ദം നാം കേൾക്കും, യേശുവിന്റെ രൂപമൊന്ന് കാണും. എന്ത് വേണം? വിശുദ്ധിയോടായിരിക്കണം. യേശുവിന്റെ രൂപം കണ്ടുകൊണ്ട് എഴുതിയതാ, യേശുവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് എഴുതിയതാ. എനിക്ക് വേണ്ട പോലുള്ള അറിവില്ല, വായനശീലമില്ല, വേണ്ട പോലുള്ള വിദ്യാഭ്യാസമില്ല. അവിടെ നിന്ന് 100-ലധികം പാട്ടുകൾ എഴുതുവാൻ അനേക അച്ഛൻ പറഞ്ഞതുപോലെ അനേക ദേവാലയങ്ങളിൽ കടന്നുപോയി കുർബാന മധ്യ പ്രസംഗിപ്പാൻ, കൺവെൻഷൻ പ്രസംഗങ്ങൾ നടത്തുവാൻ, ധ്യാന പ്രസംഗങ്ങൾ നടത്തുവാൻ, വൈദിക മീറ്റിംഗിൽ സംസാരിപ്പാൻ ദൈവം എന്നെ അനുവദിക്കുന്നു. എന്താണ് സഹോദരങ്ങളെ, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. ഇടിഞ്ഞു കിടന്ന യാഗപീഠമൊന്ന് പുതുക്കി പടിഞ്ഞു. അപ്പോൾ ദൈവം അത്ഭുതം ചെയ്തു. വീണ്ടും 1 രാജാക്കന്മാർ 19-ാം അധ്യായം തന്നെ വായിക്കുമ്പോൾ ഏലിയാവിന്മേൽ ദൈവം ഇടപെടും. ചൂരച്ചെടിയുടെ ചുവട്ടിൽ തളർന്നിടുന്ന ഏലിയാവിന്റെ മേൽ ദൈവം ഇടപെടുകയാണ്. രണ്ടാമത്തെ നമ്മുടെ ചിന്ത, യഹോവയായ ദൈവം നമ്മുടെ വിഷമസന്ധിയിൽ ഇടപെടും. അതിവിഷമസന്ധിയിൽ ഏലിയാവിന്റെ മേൽ ഇടപെട്ടു. ഒരു ദിവസം യാത്ര ചെയ്ത് മരുഭൂമിയുടെ തണലിൽ അല്ലെ മരുഭൂമിയിൽ ഒരു ചൂരച്ചെടി കണ്ടു. അവിടെ കിടക്കുന്ന ഏലിയാവിനെ കണ്ട് മനസ്സിലുള്ള ദൈവം ഇടപെടുക. സഹോദരങ്ങളെ, ഈ ഏലിയാവിന് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദൂതനെ കൽപ്പിച്ചാക്കി വേണ്ടത് കൊടുത്തു വിടുക. ദൂതന്മാർ ഏലിയാവിനെ തലയെടുത്തിട്ട്, ഏലിയാവേ നീ എഴുന്നേക്ക്, തിന്നുക, കുടിക്കുക. ഏലിയാവ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അതേ കനൽ മേച്ചുട്ട ഒരപ്പവും തുരുത്തിയിൽ കുറെ വെള്ളവും വെച്ചേക്കുന്ന കണ്ടു. ഏലിയാവ് തിന്നു, കുടിച്ചു, പിന്നെയും അവിടെ കിടന്നിറങ്ങി. 2-ാം പ്രാവശ്യം ദൂതൻ വന്നു. ദൂതൻ വന്ന് പറയാം, ഏലിയാവ് നീ എഴുന്നേക്ക, നിനക്ക് അധികം ദൂരം യാത്ര ചെയ്യാനുണ്ടല്ലോ. നീ ഇവിടെ കിടക്കേണ്ടവനല്ല, നീ ഇവിടെ ആയിരിക്കണവനല്ല, നിനക്കൊക്കെ അധികം ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഞാൻ വീണ്ടും എഴുന്നേറ്റ് നോക്കിയപ്പോൾ പഴയതുപോലെ കനൽ മേൽ ചുട്ട അപ്പവും വെള്ളവും കണ്ടു, കുടിച്ചു. അവൻ ആസക്തിയുണ്ട്. 40 നാളും 40 രാവും ഓരോ വരെ നടന്നു. അവിടെ ഒരു ഗുഹയിൽ പാർത്തു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അത് നീ ഇവിടെ ഇരിക്കണവളല്ല, നീ ഇവിടെ ആയിരിക്കണവനല്ല. നിന്നെ കൊണ്ട് യഹോവയ്ക്കൊരു ഉദ്ദേശമുണ്ട്. അങ്ങനെ ഇങ്ങനെ കേൾക്കുന്ന ദൈവജനമേ, ഇവിടെ ഇരിക്കുന്ന ബാല്യത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രായവ്യത്യാസത്തിലായിരിക്കുന്ന അപ്പച്ചൻ അമ്മച്ചി, അതേ നമ്മളെ കൊണ്ട് യഹോവയായ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, നിനക്ക് എന്നെ കൊണ്ട് എന്താണ് ഉദ്ദേശം? നിന്റെ ഇഷ്ടം എന്നാണ്? ഞാനത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നീ അതെന്നോട് ഒന്ന് കൽപ്പിക്കണമേ. നീ എന്നോട് എന്താ ആശ്രയം ഞങ്ങൾ പോയില്ല. അപ്പൊ ഞാൻ തന്നെ ജ്യേഷ്ഠനോട് പറഞ്ഞു, വേണ്ട ചായ, അത് പോയി, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഞാൻ തന്നെ കണ്ടു, മനസ്സിലാക്കി. എന്റെ തോപ്പലെ നമ്മുടെ ശരീരത്തിൽ നിന്നെങ്കിലും വീണാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലായി. എന്റെ തമ്മിൽ പിടിച്ചോണ്ടെന്ന അമ്മയും കണ്ടു ആ പാറ്റ വീഴുന്നത്, എറിഞ്ഞു പോകുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിൽ, നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഇടപെടും. അതിന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഏലിയാവിന്റെ മേൽ ചുരച്ചെടിയുടെ ഇടമിൽ കിടന്ന
ഏലിയാവിന്റെ മേൽ ഇടപെട്ടു, അവനെ ശക്തീകരിച്ചു. യെശയ്യാവിൽ പ്രകാരം പറയുന്നു, അദ്ദേഹം ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും. യഹോവ ഭക്തിയിലായിരിക്കുന്ന മക്കൾ, യഹോവയിൽ ആശ്രയിക്കുന്നവർ, അവർ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. കഴുകനെ പോലെ ചിറകടിച്ച് ഉയർത്തുവാൻ കഴിവുള്ളവനാ അത് നമ്മളെ ദൈവം. നീ വിശ്വസിക്കണം. നീ എന്താണ് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോഴാണ് എന്റെ ദൈവമേ അത്ഭുതം ചെയ്യുന്നത്. അതേ വിശ്വാസത്തിൽ മാറി നിൽക്കാത്ത ദൈവം, കണ്ണുനീർത്തോളം മാറി നിൽക്കാത്ത ദൈവം. സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ നിന്റെ ഉഴൽച്ചാലുകളെ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ കണ്ണുനീർത്തുള്ളി കണ്ടിരിക്കുന്നു. അതിന്റെ ജീവന്റെ പുസ്തകത്തിൽ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ആ ജീവന്റെ പുസ്തകത്തിലുള്ള കണ്ണുനീർത്തുള്ളി കണ്ട് യഹോവയായ ദൈവം അത്ഭുതകരം നീട്ടും. അതേ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേ പാടി, യേശുവേ എന്നെ സമർപ്പിക്കുന്നു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോൽ യേശുവേ എന്നെ സമർപ്പിക്കുന്നു. കുശവൻ കയ്യിൽ കളിമണ്ണ് പോൽ യേശുവേ എന്നെ സമർപ്പിക്കുന്നു. ഉടയ്ക്കണമേ, പണിയണമേ, നിൻഗീതത്താൽ എന്നെ വാർക്കണമേ. ഉടയ്ക്കണമേ, പണിയണമേ, നിൻഗീതത്താൽ എന്നെ വാർക്കണമേ. എന്തിനാണെന്നറിയാമോ? സ്വർഗീയമാ ഭവനത്തിൽ ഹല്ലേലൂയ പാടുവാൻ ദൈവമേ എന്നെ സമർപ്പിക്കുന്നു. ജീവിതമായാലും മരണമായാലും ദൈവമേ എന്നെ സമർപ്പിക്കുന്നു. സ്വർഗീയമാ ഭവനമതിൽ ഹല്ലേലൂയ പാടാൻ ആര് പാടുന്നത് പോലെ? ദൂതഗണങ്ങൾ, സറാപ്പുകൾ പാടുന്ന പോലെ. ഞാൻ എഴുതിയ പാട്ടിന്റെ ഒരേരടിയാണ് ഞാൻ നിങ്ങളെ ആദ്യം പാടി കേൾപ്പിച്ചത്. സഹോദരങ്ങളെ, ദൈവസ്ഥനെ സമർപ്പിച്ച ദൈവം നമ്മളെ ഇടപെടും. ചിലപ്പോ ഒന്ന് ഒടിക്കും, ചിലപ്പോ ഒന്ന് വാർക്കും. വാർക്കുമ്പോൾ അച്ഛനകത്ത് പെടുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാകും. പൊളിച്ചെടുക്കുമ്പോൾ അത് ശോഭയുള്ളതായിത്തീരും. അതേ ജോജിയെ പൊളിച്ചുകൊണ്ടിരിക്കുക, അച്ഛൻ നിന്ന് ഒന്ന് വാർത്ത് പുറത്ത് ആക്കിക്കൊണ്ടിരിക്കുക. ശോഭയുള്ളതായി തീരുവാൻ, എന്തിനു ശോഭയുള്ളതായി തീരുവാൻ? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ഘോഷിച്ച് അനേകരെ ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്താൻ, ഭൗതികമായി ജീവിപ്പാൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നത്? ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ്. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറയുവാൻ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടേതായ സാർത്ഥത മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കാണാതെ, മറ്റുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിലാണ് യഹോവയായ ദൈവം പറയുന്നു, നിങ്ങൾ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞതിന് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. യാക്കോബ് 5:16. നിങ്ങൾ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. വളരെ ഫലിക്കണോ? അനുഗ്രഹിക്കണോ? പാവങ്ങളെ ഏറ്റുപറയണം. ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. യോബ് 42 അധ്യായം വായിക്കുമ്പോൾ പഠിക്കുകയും ദുഷിക്കുകയും ചെയ്ത സഹോദരങ്ങള് അല്ലെങ്കിൽ കൂട്ടുകാര് അവര് തന്റെ തന്നിൽ ചെന്നപ്പോൾ, തന്റെ ഇറമ്പിലേക്ക് കടന്നു വന്നപ്പോൾ ആരോപണങ്ങളൊന്നും നിരത്തി വെക്കാതെ, ആ വെറുപ്പ് വിദ്വേഷമൊന്നും കാണിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു യോബിനെ കാണുന്നു. അതുകൊണ്ട് യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബ് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയും. പീഡിപ്പിക്കപ്പെട്ട, പൊട്ടക്കല്ലിട്ട,
ജോസഫ് കാരാഗ്രഹത്തിൽ കിടന്ന ജോസഫ് പുത്തിപ്പേരുടെ ഭവനത്തിൽ തിന്മ അനുഭവിച്ച് കാരാഗ്രഹത്തിലേക്ക് എത്തി. അവിടെയും സഹോദരങ്ങളെ പഴിക്കാതെ, തന്റെ അപ്പനമ്മമാരെ പഴിക്കാതെ ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് ജോസഫ് ഉയർത്തപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അനുഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ തെറ്റുകളെ വീണ്ടും ഞാൻ പറയുകയാണ്, ഏറ്റുപറയണം. വീണ്ടും ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ പിഴകളെ നിങ്ങൾ ക്ഷമിച്ചാൽ ഞാനൊരു സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ക്ഷമിക്കും. നിങ്ങൾ നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കാതിരുന്നാലോ ഞാനും എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ക്ഷമിക്കുകയില്ല. പിഴകളെ ക്ഷമിക്കണം, തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിപ്പാനല്ല, ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറയാറുണ്ട്, നമ്മൾ മറ്റുള്ളവർക്കെതിരെ ഒരാരോപണം നടത്തുമ്പോൾ വീണ്ടും ഒരു വിരൽ വെച്ച് ചൂണ്ടുവിരൽ വെച്ച് നമ്മൾ ചൂണ്ടുമ്പോൾ വീണ്ടും 5-4 വിരലും ആർക്ക് നേരെയാണെന്നുള്ള വിചാരം ഉണ്ടായിട്ട് വേണം ചൂണ്ടുവാൻ. അതേ നമ്മൾ മറ്റൊരാൾക്കെതിരെ കുറ്റം വിധിക്കുന്നുമുണ്ട്, അതെ അതിനെതിരെ കുറ്റം വിധിപ്പാൻ അവർക്ക് കാണും. അതാ ദൈവവചനത്തിലൂടെ പ്രകാരം പറയുന്നു, നിന്റെ കണ്ണിലെ കോല് എടുക്കാതെ അവിടെ വെച്ചിട്ട് സഹോദരൻ ഇല്ല, ഞാൻ നിന്റെ കണ്ണിലെ കരടെടുക്കാമെന്ന് പറയുന്നത് ഉചിതമല്ല. മുന്നമേ നിന്റെ കണ്ണിലെ കോലെടുത്തിട്ട് നിന്റെ സഹോദരൻ നിന്റെ കണ്ണിലെ കരടെടുക്കാമെന്ന് പറയുന്നതാണ് നല്ലതെന്ന് യഹോവയായ ദൈവം വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. എലിയാവ് 2-ാം ഭാഗത്ത് ഞാൻ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു, എലിയാവ് ഓരോമിൽ അദ്ദേഹം ഗുഹയെ പാർക്കുമ്പോൾ യഹോവയായ ദൈവം ഇപ്രകാരം ചോദിക്കുന്നു, നിനക്ക് ഇവിടെ എന്ത് കാര്യം? അപ്പൊ എലിയാവ് ഒരു കാര്യം പറയുക, യഹോവയുടെ ഒരു പരിഭവം പറയുക, ഞാൻ നിനക്കായി ശുഷ്കാന്തിയായി വേല ചെയ്തു. ഇസ്രായേൽ ജനത്തിന്, നിന്റെ ജനത്തിന് നിന്നെ വേണ്ട. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലെ കാര്യം തന്നെ പറയുന്നത്, ഞാൻ ശുഷ്കാന്തിയായി നിനക്ക് വേണ്ടി വേല ചെയ്തു, നിന്റെ ജനത്തിന് നിന്നെ വേണ്ട, ഞാൻ ഒരുവൻ മാത്രം ശേഷിക്കുന്നു, അവനെന്നെ കൊല്ലുവാൻ നോക്കുന്നു. യഹോവയായ ദൈവം ഇത് കേൾക്കാതെ പറയുക, നീ ഓരോമിൽ പർവ്വതത്തിലേക്ക് നീ പോകണം. എലിയാവ് ആ വാക്ക് കേട്ടോണ്ട് പർവ്വതത്തിലേക്ക് കടന്നു ചെന്നു. സഹോദരങ്ങളെ, 3-ാം ഭാഗത്തിലേക്ക് ഞാൻ പോകുക. ദൈവം എലിയാവിനോട് സംസാരിക്കുന്നു. എലിയാവിനെ കുറിച്ചുള്ള ദൗത്യം അവിടെ ഏൽപ്പിക്കുക. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 15-ാം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൗത്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഹോറോമേൽ പർവ്വതത്തിന്മേൽ നിൽക്കുമ്പോൾ യഹോവയായ ദൈവം സംസാരിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വലിയ കൊടുങ്കാറ്റ് അടിച്ചു. പർവ്വതങ്ങൾ കീറിപ്പോയി. ആ കൊടുങ്കാറ്റിൽ യഹോവ ഉണ്ടായിരുന്നില്ല. വീണ്ടും 2-ാമതായി എന്ത് ചെയ്തു? ഒരു ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. വീണ്ടും 3-ാമതായി ഒരു തീ ഉണ്ടായി. ആ തീയിലും യഹോവയില്ലായിരുന്നു. 3-ാമതായി ഒരു മൃദുല സ്വരം. ആ സ്വരത്തിൽ യഹോവ എലിയാവിനോട് സംസാരിക്കുന്നു, നിന്റെ ദൗത്യം എന്താ? നീ എന്ത് ചെയ്യണം? വായിക്കാമേ. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 11 വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 11-ാം വാക്യം. നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ്
യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, യഹോവയായ ദൈവത്തെ നേർക്ക് കാണാൻ പറ്റത്തില്ല. അവൻ തീയാണ്, അവൻ ശക്തിയുള്ളവനാണ്, ദഹിച്ചു പോകും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ മോശ ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നു. യഹോവ വന്നപ്പോൾ ഒരു കൈ കൊണ്ട് അവനെ മറച്ചു വെച്ചു. ആരെ മറച്ചു വെച്ചു? മോശയെ മറച്ചു വെച്ചു എന്നാ പറയുന്നത്. എന്നിട്ടാ യഹോവ അതിലേക്ക് കടന്നുപോയത്. അതിനെ മുഖാമുഖം കാണാൻ പറ്റത്തില്ല. അതിനായി ഏലിയാവ് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടിക്കഴിഞ്ഞപ്പോ ദൈവമായ യഹോവ മൃദുല സ്വരത്തിൽ സംസാരിക്കുക. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. വീണ്ടും അവന്റെ സങ്കടങ്ങൾ പറയുക. സൈന്യങ്ങളുടെ യഹോവയ്ക്കായി ഞാൻ ശുഷ്കാന്തിച്ചിരിക്കുന്നു, ഞാൻ മേലെ ചെയ്തിരിക്കുന്നു. അടുത്ത ഇപ്രകാരം പറയുന്നു. 5 കൂട്ടം കാര്യമാണ് പറയുന്നത്. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ കൽപ്പനകളെ ഉപേക്ഷിച്ചു. നിന്നെ അവർക്ക് വേണ്ട. നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുവൻ മാത്രം ശേഷിക്കുന്നു. എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കാം. കുടുംബഭാരം ഏറ്റെടുക്കുന്ന മൂത്ത മകൻ, മൂത്ത മരുമോള്, കുടുംബഭാരം ഏറ്റെടുക്കുന്ന അപ്പൻ, കുടുംബഭാരം ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്നല്ലെങ്കിൽ പലവട്ടവും ചിലപ്പോഴെങ്കിലും സ്വന്തം അപ്പനോടോ സ്വന്തം സഹോദരങ്ങളോടോ സമൂഹത്തിനോടോ പറഞ്ഞു കാണും, ഞാൻ ശുഷ്കാന്തിയോട് എൻ്റെ ഭവനത്തിന് വേണ്ടി വേല ചെയ്തു, അവർക്കെന്നെ വേണ്ട, അവരെന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നു, അവരെന്നെ സ്വത്തില്ലാതെ വിടുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അവനെന്നെ വാളാൻ വെട്ടിക്കൊല്ലുവാൻ ആഗ്രഹിക്കുക, ഞാൻ മരിക്കാൻ പോകുക എന്ന് പറഞ്ഞ് മാറിതുപോലെ നാം ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സംസാരിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതുപോലെ പരിഭവം പറഞ്ഞു. ആ പരിഭവം ദൈവമായ യഹോവ കേൾക്കുന്നില്ല. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ ആട്ടുവാതുക്കൽ ഒരു മനുഷ്യൻ കിടക്കും. അവൻ എത്ര നാടായി 38 വർഷം അവിടെ കിടക്കുക. യഹോവയായ ദൈവം വന്നപ്പോൾ അവൻ ആ പരുവങ്ങളൊക്കെ പറഞ്ഞു. ആ പരുവം കേട്ടോ കേട്ടില്ലയോ എന്നല്ല. യഹോവയായ ദൈവം പറഞ്ഞു, നീ നിന്റെ കിടക്കെഴുന്നേറ്റ് നടക്കുക, കുളത്തിലൊന്നും ഇറങ്ങണ്ട, വെള്ളത്തിൽ മുങ്ങണ്ട. സഹോദരങ്ങളെ, യഹോവയായ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ കുടുംബഭാരം മാറും. കുടുംബത്തിലുള്ള നിന്റെ മക്കൾക്ക് വേണ്ടി വരും. കുടുംബത്തിലുള്ള മക്കൾക്ക് വേണ്ടി വരും. ഉപേക്ഷിക്കുന്ന അപ്പനമ്മമാരെ വേണ്ടി വരും. സഹോദരങ്ങളെ, നമ്മളിപ്പോ സമൂഹത്തിൽ വരിക. ഒരു പ്രായമായി കഴിഞ്ഞു കഴിയുമ്പോൾ അപ്പനെയും വേണ്ട, അമ്മയും വേണ്ട. അവരെ എവിടേക്കാക്കുക? വൃദ്ധസവനത്തിലേക്കാക്കുക. അല്ലെങ്കിൽ ഭവനത്ത് സെറ്റ് വിട്ടില്ല, ഒരു കസാര കൊടുത്ത്
അവിടെ ഇരുത്തും, ഒരു മെതിവണ്ടി പോലെ. ഞാൻ പറയാറുണ്ട്, പ്രസംഗം പറയാറുണ്ട്, ഒരു റോളുകൾ പോലെ. റോഡിലോട് എവിടെ കിടക്കുന്നത്? ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ അധികാരത്തിലോടാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കും. മഴ വന്നാലും വെയിൽ വന്നാലും അതവിടെ തന്നെ കിടക്കും. ഏതെങ്കിലും റോഡ് പണിയാൻ തുടങ്ങുമ്പോൾ കോൺട്രാക്ടർക്ക് കൊടുത്ത് അത് കഴിയുമ്പോൾ ഈ മുനിസിപ്പാലിറ്റിയെ അവർ സമീപിക്കും. ഞങ്ങൾക്ക് ആ റോഡ് ഇങ്ങോട്ട് വേണം, എത്ര രൂപയുടെ വാടക നിശ്ചയിച്ച് തരാമെങ്കിൽ ഞങ്ങൾ എടുത്തോളാന്ന് പറയും. അപ്പം ഈ റോഡ് അവർക്ക് കൊടുക്കും. അവർ വന്ന് ഇത് തൂത്ത് തുടച്ച് എടുത്തോണ്ട് പോയി റോഡ് പണിക്ക് വേണ്ടി 1.5 ഇഞ്ച് മിറ്റിൽ ചവിട്ടി അല്ലെങ്കിൽ ഉറപ്പിക്കും. അത് കഴിഞ്ഞിട്ട് 3/4 ഇഞ്ച് മിറ്റിലിടും. അത് കഴിഞ്ഞിട്ട് മണൽ വറുത്ത് ടാറും കൂടി ഇട്ട് ഉറപ്പിക്കും. എന്നും പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ അപ്പനമ്മമാരെ ഒരു റോഡായിട്ട് മാറ്റിവെച്ചേക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ചെയ്യുന്നത്. അവരുടെ സൗന്ദര്യം പോരാ, അവരുടെ വാക്കുകൾ പോരാ, അവരുടെ സംസാരം പോരാ. എനിക്കറിയാം, മകന്റെ കല്യാണത്തിന് സ്വന്തം അപ്പനെ കണ്ടുപോകാതെ പെണ്ണുറപ്പിച്ചുകൊണ്ട് വന്ന കുടുംബത്തെ എനിക്കറിയാം. കാരണം എന്താണെന്നറിയാമോ? അപ്പന് പോരാ സൗന്ദര്യം. അപ്പൻ്റെ ഡ്രസ്സ് അമ്മൻ്റെ ടാറ്റസിന് തക്കവണമല്ല. അതുകൊണ്ട് അപ്പനെ കൊണ്ടുപോകാതെ കല്യാണം ഉറപ്പിച്ച സമൂഹത്തിലാണ് നമ്മളിന്ന് പേപ്പറിൽ വായിച്ചു. സ്വന്തം സഹോദരൻ സ്വത്തിന് വേണ്ടി സ്വന്തം സഹോദരനെ ജ്യേഷ്ഠൻ മേടിച്ചു കൊടുത്ത തോക്ക് കൊണ്ട് തന്നെ വെടിവെച്ചു കൊന്നു. സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്ന ഭാര്യ ആരും ചേർന്ന് കാമുക ചേർന്നു. അമ്മയും മകളും കൂടെ അപ്പനെ കൊല്ലുന്ന സമൂഹം, ഭർത്താവിനെ കൊല്ലുന്ന സമൂഹം, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ കൊല്ലുന്ന സമൂഹം. ഏതാണ്ട് 2 മാസത്തിന് മുമ്പ്, ഏതാണ്ട് 1 മാസമോ 2 മാസത്തിന് മുമ്പ് കുണ്ടറയിൽ 1 മാസമാണെന്ന് തോന്നുന്നു, സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട ഡൈവേഴ്സ് ആഗ്രഹിച്ചപ്പോൾ ഇഷ്ടംപോലെ സ്വത്തുള്ള ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യ ഡൈവേഴ്സ് ചോദിച്ചു. രണ്ട് മക്കളുണ്ട്. ഇത് സഹിക്കാൻ വയ്യാതെ തൻ്റെ മക്കൾക്ക് വിഷം കൊടുത്തിട്ട് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതായിട്ട് നമുക്കറിയാം. സഹോദരനെ, ആ സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതേ ചുടിദാർ മാറ്റി വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റിക്കളയുന്നത് പോലെ ഭർത്താവിനെ വലിച്ച് എറിയുന്ന സമൂഹത്തിലാണ്. ഒരച്ഛൻ പ്രസംഗിച്ച് ഇപ്രകാരം പറഞ്ഞു: തെരുവിലൂടെ കയറില്ല നടക്കുന്ന പശുവിനെ കയറിയിട്ട് കെട്ടിയാൽ അത് നിൽക്കുമോ? വനത്തിൽ കയറില്ലാതെ മേഞ്ഞു നടന്ന മൂരിക്കിടാവിനെ കയറിൽ കെട്ടിയാൽ അത് നിൽക്കുമോ? അല്ലെങ്കിൽ ഭർത്താവ് പോയിടത്തൊന്നും കൊണ്ടുപോയില്ല, അതോടനെ അമ്മയോടും അപ്പനോടും വിളിച്ചു പറഞ്ഞു, എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നിന്നോട് സ്നേഹമില്ല, നീഞ്ഞ പോര്. അവരെ സ്നേഹിപ്പാൻ മനസ്സുള്ള അപ്പനും അമ്മയും. കാരണം സഹിപ്പാൻ ഈ മകളെ പഠിപ്പിച്ചില്ല. സഹിപ്പാൻ ഈ മകനെ, ഭാര്യയുടെ ബലഹീനതയെ സഹിപ്പാൻ ഈ മകനെ പഠിപ്പിച്ചില്ല. ഈ ഭർത്താവിന്റെ ബലഹീനതയെ സഹിപ്പാൻ ഈ മകളെ പഠിപ്പിച്ചില്ല. നമ്മളെന്ത് ചെയ്യും? തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൈവെള്ളയിലുമല്ല തോളിലുമല്ല ഏണിന് വെച്ചുകൊണ്ട് നടന്നു. ഇഷ്ടം പോലെ വിദ്യാഭ്യാസം കൊടുത്തു.
പ്രമുഖമായ കോളേജില് സ്കൂളിലൊക്കെ പഠിപ്പിച്ചു. അവർക്കെല്ലാം ആ സ്നേഹം, സന്തോഷം, അല്ലെ അറിവ്, ദൈവത്തെയും ചൂണ്ടിക്കാണിപ്പാൻ, പറഞ്ഞു കൊടുക്കുവാൻ ജന്മം കൊടുത്ത മാതാപിതാക്കള് വന്നുപോയി. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുവാൻ, പ്രമുഖമായ കോളേജിൽ പഠിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പേരുള്ള കോളേജിൽ പഠിപ്പിക്കാൻ തക്കതായ വിദ്യാഭ്യാസം ഒക്കെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതോടുപരി നമ്മുടെ ദൈവത്തെ കൊടുക്കുവാനോട് നമ്മൾ പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളോട് നമ്മൾ ഓരോരുത്തരും ദുഃഖം അനുഭവിക്കേണ്ടതായി വരും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു എലിയാവിനെ കുറിച്ചുള്ള ദൗത്യം. എലിയാവിനോട് ദൈവം സംസാരിക്കുക. വായിക്കാം അമ്മ, മുമ്പേ വായിച്ചതിന്റെ ബാക്കി. യഹോവനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ പുറപ്പെട്ട ദമ്മശേക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. കണ്ടോ, നീ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം. ദമസ്കസിന്റെ മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോകണം. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് നീ എന്ത് ചെയ്യണം? നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അരാമിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. ഒന്നാമത്തെ ദൗത്യം. നീ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. അഭിഷേകം ചെയ്യണം. നിംശിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. യേഹുവിനെ അഭിഷേകം ചെയ്യണം. വീണ്ടും പറയുന്നു, ആബേൽ മെഹോലയിൽ നിന്ന് സാഫോത്തിന്റെ മകനായ ഏലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുക. ഒരു ദൗത്യം കൂടെ ഉണ്ട്. നിന്റെ പിന്നാലെ ഒരു പ്രവാചകനോട് വേണം. നീ യേഹുവിനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞു വരുമ്പോൾ, നീ പുറപ്പെട്ടു വരുമ്പോൾ, ഇന്നാള് പുറപ്പെട്ടു വരും. എലിശായെ നിന്റെ പിന്നാലെ, നിനക്ക് പിന്നാലെ ഉള്ള ഒരു പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. ഇത് ഏലിയാവ് ചെയ്തു. പുറപ്പെട്ടു പോയി ഇവരെ രണ്ടുപേരെയും രാജാവാക്കി അഭിഷേകം ചെയ്തു. വീണ്ടും എലിശ പ്രവാചകനെ തിരക്കി പോകുമ്പോൾ അവൻ കാളയെ പൂട്ടിക്കൊണ്ടിരിക്കുക. അതേ കണ്ടപ്പോൾ അവനെന്ത് ചെയ്തു? അവന്റെ പുതപ്പെടുത്ത് അവന്റെ മേലിട്ടു. അവൻ പൂട്ടിക്കൊണ്ടിരുന്ന കാളെ കലപ്പയും വിട്ടെറിഞ്ഞിട്ട് പിന്നാലെ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എന്റെ അപ്പനോടും അമ്മയോടും ചുംബിച്ചു വരട്ടെ. അപ്പോൾ ഏലിയാവ് ഒരു കാര്യം പറയുന്നു, നീ പോയിട്ട് വരിക, ഞാൻ നിനക്ക് എന്തു ചെയ്തു എന്ന് ഓർക്കുക. ഞാനും കൂട്ടിച്ചേർക്കിയ സഹോദരങ്ങളെ, യഹോവയായ ദൈവം നമുക്ക് എന്തു ചെയ്തു എന്ന് ഓർക്കണം. വീണ്ടും അവരോട് പറയുന്നു, ഇന്നീന രാജാവിൽ നിന്ന് വാളാൽ നഷ്ടപ്പെട്ടു പോകുന്നവനെ, യേഹൂവിൽ നിന്ന് വാളാൽ നഷ്ടപ്പെട്ടു പോകുന്ന വെഴുതി പോകുന്നവനെ എലിയാ പ്രവാചകൻ കൊല്ലണം. അവനായിട്ട് എലിസ പ്രവാചകൻ കൊല്ലണം. അതിനാ ഇങ്ങനെ ഒരു പ്രവാചകനെ കൂടെ അഭിഷേകം ചെയ്യുന്നേ. അതേ കൊന്നു സഹോദരങ്ങളെ. മാനസാന്തരപ്പെടാന്ന ഇസബെല്ല രാജ്ഞി ഇത്രയൊക്കെ സംഭവം നടന്നിടക്കി. തീ കൊണ്ട് ഉത്തരവുള്ളെന്ന ദൈവമാണെന്ന് വിശ്വസിക്കണമെന്ന് എലിയാവ് പറഞ്ഞിടക്കി. വിശ്വസിക്കാതെ അതേ മാനസാന്തരം വരാച്ച് പലവട്ടം യഹോവയായ ദൈവം വാതിക്ക് വന്ന് മുട്ടിയിണക്കിയും യഹോവയെ സ്വീകരിക്കാതെ അവിടെ സ്വന്തം ഇഷ്ടം നടന്നപ്പോൾ, യേഹൂ രാജാവായിരുന്നപ്പോൾ ഇസ്രായേലിന്റെ മതിലിനിടയിൽ അവളെ തള്ളിയിട്ട് അവളെ കൊന്നതായി 2 രാജാക്കന്മാർ 9-ാം അധ്യായം 28-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം 3 കാര്യമാണ്. അദ്ദേഹം ഒന്ന്, ഭയപ്പെടുന്ന ഏലിയാവ്. 2, നമ്മുടെ ബലഹീനതയിൽ നമ്മളോട് ഇടപെടുന്ന ദൈവം. 3, നമ്മളെ കുറിച്ചുള്ള ദൗത്യം. ഏലിയാവിനെ കുറിച്ച് മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്,
നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് യഹോവയായ ദൈവത്തിന് ഒരു ദൗത്യമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കേട്ട് നാം ഓരോരുത്തരും അനുസരിച്ച് ഏലിയ പ്രവാചകനെ പോലെ ആയിത്തീരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഭയമുണ്ടാകും. ലോകത്തിന്റെ പിശാച് സാത്താൻ ഭയം കൊണ്ടുത്തരും. ആ ഭയത്തിൽ ഭീരക്കളാകാതെ, ആ ഭയത്തിൽ അവൻ അകപ്പെട്ടു പോകാതെ, അകപ്പെട്ട ഭവനത്തിന്റെ മുറിക്കകത്ത് കൂടാതെ പുറത്തിറങ്ങി ശക്തിപ്പെടുത്തുന്ന, എലിയാവിനെ ശക്തിപ്പെടുത്തുന്ന, ദൈവത്തോട് ചേർന്നിരുന്ന് ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് യഹോവ നിന്നോട് സംസാരിക്കും. എന്തിനാണ് ഈ രോഗം തരുന്നത്? എന്തിനാണ് ഈ പ്രതികൂലങ്ങൾ തരുന്നത്? കുടുംബത്തിൽ സമാധാനം തരുന്നത് യഹോവ ശക്തിപ്പെടുത്താനാ. യഹോവ ശക്തിപ്പെടുത്തിയിട്ട് നീ എന്ത് ചെയ്യണമെന്ന് സംസാരിക്കാനാ. ഈ യോജിയെ ഈ പ്രതികൂലത്തിലേക്കാക്കിയത്, ഈ ഭയത്തിലേക്കാക്കിയത് എന്തിനാ? അവൻ ശക്തിപ്പെടുത്താനാ. ശക്തിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാനാ. പറഞ്ഞത് അതേപടി അനുസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതേ നിവർത്തിച്ചോണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, പടിപടിയായി എന്റെ ദൈവം 8 കൊല്ലം വന്നതുപോലല്ല കഴിഞ്ഞ 2-3 മാസം മുമ്പ് വന്നത്. 2-3 മാസം മുമ്പ് വന്ന പോലല്ല ഈ മാസം ഇവിടെ വന്നത്. ഒത്തിരി വ്യത്യാസത്തിൽ, ഒത്തിരി മാറ്റത്തിൽ, ഒത്തിരി മുഖശോഭയോട്, ഒത്തിരി സന്തോഷത്തോട് ആയിരിക്കുക. അതിന് എന്നെ പോലെ നിങ്ങൾ ഓരോരുത്തരും ഇടയാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇങ്ങനെ പറയുന്നു, ഈ വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരട്ടെ. വചനം കേട്ട് ചലിക്കുന്നവരാകത് അനുസരിക്കുന്നവരായി തീരണം. ആ ചണനൂൽ കച്ച പോലെ ആയിത്തീരാതെ വാക്കിനിടയിൽ പൊതിഞ്ഞു വെച്ച, അല്ലെ പറയിടത്തിൽ പൊതിഞ്ഞു വെച്ച, യെരമ്യാവിനോട് പറഞ്ഞ് പൊതിഞ്ഞു വെച്ച ആ ചണനൂൽ കച്ച, ഒന്നിനും കൊള്ളാത്ത ചണനൂൽ കച്ച പോലെയാകാതെ എന്തെങ്കിലും കൊള്ളാമെന്ന മക്കളായി തീരുവാൻ യഹോവ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഉപവാസം, പ്രാർത്ഥന, കൺവെൻഷ പ്രസംഗങ്ങള്, നമ്മുടെ വിശുദ്ധ ആരാധനകള്, കുടുംബ പ്രാർത്ഥനകള്, വ്യക്തിപരമായുള്ള പ്രാർത്ഥനകൾ. അതിനായി തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ അവസ്ഥ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട പിതാവേ, നിന്റെ മക്കളാകുന്ന ഞങ്ങളിതാ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. സ്വർഗീയ പിതാവിനെ ഒന്ന് കാണുവാൻ, സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ നിന്നായിരിക്കാൻ സ്വർഗം തന്ന വലിയ അവസരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും പ്രകൃതിയെ നീ അനുകൂല സാഹചര്യത്തിലേക്ക് നയിച്ച് ഞങ്ങൾക്ക് തിരുവചനം കേൾക്കുവാൻ, ശാന്തിയോട് സമാധാനത്തോടെ ഇരുന്ന് തിരുവചനം കേൾക്കുവാൻ നീ അനുവദിച്ച വൻകൃപകളെ ഓർത്ത് ഞങ്ങൾ നിന്നെ മുന്നമേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, എന്റെ കർത്താവും എന്റെ ദൈവമേ, ഈ ദേശത്ത് ഇതുപോലൊരു കൺവെൻഷ പ്രസംഗം ആക്കി തീർക്കുവാൻ, കൺവെൻഷ പ്രസംഗത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ആക്കി തീർത്ത ദൈവകവയ്ക്കായി വീണ്ടും ഞങ്ങൾ സ്തുതിക്കുകയാണ്. കർത്താവേ, ഞങ്ങളെ തന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു. നിന്റെ പാപത്ര കടുകളും ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വിളിച്ചതേ, പാപത്തിന്റെ കൂമ്പാരം അകൃത്യഭാരവുമായി ഞങ്ങളിതാ നിരുസന്നിധി കടന്നു വരുമ്പോൾ എന്റെ കർത്താവും എന്റെ ദൈവമേ, ഞങ്ങളോടൊന്ന് മനസ്സലിയണമേ, ഞങ്ങളോടൊന്ന് കരുണ തോന്നണമേ. നിന്റെ സകല കർത്തുകളെ പോക്കി സകല രോഗങ്ങളെ സൗഖ്യമാക്കാമെന്ന് അരുളിച്ചത് കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങളെ
ഞങ്ങളെ ഓരോരുത്തരെയും ഒന്ന് കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലവിധമായ പ്രയാസത്തിലാ, പലവിധമായ രോഗത്തിലാ കർത്താവേ. ആ രോഗത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഒന്ന് കാക്കുമാറങ്ങണം. ഞങ്ങളുടെ കൂടപ്പിറപ്പങ്ങള്, ഞങ്ങളുടെ മാതാപിതാക്കള്, ഞങ്ങളുടെ കുഞ്ഞുങ്ങള് കർത്താവും ദൈവമായുള്ളവേ രോഗത്തിലകപ്പെട്ടിരിക്കുമ്പോ, ഭയത്തിലകപ്പെട്ടിരിക്കുമ്പോ, മാനസികമായി ശാരീരികമായി പ്രശ്നത്തിലായിരിക്കുമ്പോ എന്റെ കർത്താവും എന്റെ ദൈവമേ നിന്റെ ആണിപ്പാള്ള കരം തൊട്ട് ഒന്ന് സൗഖ്യമാക്കി നീ വിളിച്ച് വേർതിരിക്കുന്നു. യഹോവയെ കണ്ടെത്താമെന്ന കാലത്ത് കണ്ടെത്തുവേ. അവനടുത്ത് വരുമ്പോൾ നിങ്ങളും അടുത്ത് ചെല്ലുവേ. അവനെ അന്വേഷിപ്പേൻ നല്ല ചെയ്ത കർത്താവേ. ഞങ്ങളുടെ യുവതിവാക്കന്മാര്, ഞങ്ങളുടെ കൂടപ്പിറപ്പുകള് യഹോവയെ മറന്ന് ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിന്റെ ലോകമോഹത്തിന് ഓടി നടക്കുമ്പോൾ, ലോകമോഹത്തിൽ ആയിരിക്കുമ്പോൾ, യഹോവയെ മാറ്റിവെച്ചുകൊണ്ട് നടന്ന് നീങ്ങുമ്പോൾ അവരെ വിളിച്ച് വേർതിരിച്ച് പരിശുദ്ധന്മാരെ നിറവുള്ളായി സമൂഹത്തിന് ഇടവകയ്ക്ക്, കുടുംബത്തിന് കൊള്ളാമെന്ന മക്കളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, തളർന്നു കിടക്കുന്ന, നടക്കുവാൻ കഴിയാത്ത, കാഴ്ചയില്ലാത്ത ഞങ്ങളുടെ വാർദ്ധക്യത്തിലായ മാതാപിതാക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. കുരുടന് കാഴ്ച കൊടുത്ത ദൈവം, അന്ധനെ നടത്തിയ കർത്താവ് നിന്റെ മക്കളെയും നടത്തി ഈ വാർദ്ധക്യം അവർക്ക് അനുഗ്രഹമായി തരുവാൻ സ്വർഗം കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവിന്റെ നീതിയുള്ള കരനീട്ടണമേ. ഞാൻ നിന്നെ വചനമയച്ച് സുഖപ്പെടുത്തും, കുഴിയിൽ നിന്ന് വിട്ടിരിക്കുമെന്നുള്ള ചെയ്ത ആ വചനമയച്ച് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക മാനസികമായി ഭാരത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. കർത്താവും ദൈവമായുള്ളവേ മനസ്സുരോഗികളെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഞാൻ നിന്നെ വചനമയച്ച് സുഖപ്പെടുത്തുമെന്ന് അരുളി ചെയ്ത കർത്താവിന് ശക്തി, കർത്താവിന്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെട്ട് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അതിന് പിന്നിലുള്ള എല്ലാ പൈശാച പ്രവർത്തനയൊന്ന് മാറ്റി കർത്താവ് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നീ ഞാനായിരിക്കുന്നതല്ല, ഞാൻ നിനക്ക് തക്കതുണി തരുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ കൃപ നിന്റെ മക്കളുടെ മേൽ നിറഞ്ഞ അവരുടെ യൗവനം അനുഗ്രഹമായി തീരുവാൻ, അവരെ നല്ലൊരു കുടുംബസ്ഥയായി തീരുവാൻ, കുടുംബസ്ഥനായി തീരുവാൻ സ്വർഗം അനുഗ്രഹിക്കണമേ. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യഹോവയുടെ ദാനമാണ്, ഉത്തരവലം അത് മക്കളുടെ അവകാശമാണ്. അവരുടെ വന്ധ്യതയെ മാറ്റണമേ. സമൂഹം, കുടുംബം, കൂടപ്പറമ്പങ്ങള് സ്വന്തം പ്രിയപ്പെട്ടവരെ പഴിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ ആ അവസ്ഥയിൽ നിന്നൊരു ഭീതി, ഒരവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുവാൻ ആ സഖ്യാവിനെ തൊട്ട കർത്താവേ, ആ എലിസബത്തിനെ അനുഗ്രഹിച്ച കർത്താവേ, നിർജീവമായ ആ സാറായുടെ ഗർഭഫലം തുറന്ന കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അവരെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. അവർ നിന്നെ ജീവിക്കുന്ന സാക്ഷിയാകുവാൻ, അനേകരെ നിന്റെ സന്നദ്ധി നിന്നെ ചൂണ്ടിക്കാണിപ്പാൻ ഇയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവും എന്റെ ദൈവമേ, ഞങ്ങളുടെ ഇടവയ മുറ്റുമായി സമർപ്പിക്കുന്നു, ഇടവചനത്തെ സമർപ്പിക്കുന്നു. ഇതിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവ ഭരിക്കുന്ന ഞങ്ങളുടെ അച്ഛനായി പ്രാർത്ഥിക്കുന്നു. അച്ഛനെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമേ. നല്ലൊരുടേനായി ഒരാട്ടുകൂട്ടത്തെ നയിപ്പാള കൃപയും ശക്തിയും നിന്റെ ദാസന കൊടുക്കണമേ. കുരുട്ടുകണ്ണുകളെ തുറപ്പിപ്പാൻ, വ്യക്തന്മാരെ കൊണ്ടുവരുന്ന വിടിപ്പാൻ നീതിയോടെ അതിനെ കണ്ടിരിക്കുന്നു. ജാതിയുടെ പ്രകാശവും ദേശത്തിന് വിളക്കമാക്കി തീർന്നു. അന്ധകാരത്തിലിരിക്കുന്നവരെ വിളിച്ചു വേർതിരിപ്പാണ് കൃപ മകന്റെ മേൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതമംഗളെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ, ദൈവകൃപയെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ദൈവമേ, ഞങ്ങളുടെ കൊയറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ ലീഡ് ചെയ്ത മക്കളെ, അതിൽ പാടിയ മക്കളെ ഏൽപ്പിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ സ്വരമാധുര്യം അനേകർക്ക് അനുഗ്രഹമായി തീരാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമോഹത്തിനായി തീരാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവും എന്റെ ദൈവമേ, അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. മാനവ മഹത്വം എടുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ.